ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, അവരുടെ കറണ്ട് സിറ്റുവേഷൻ, അവർക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളുടെ എനർജിയും നിങ്ങൾക്കുള്ള ഗൈഡൻസും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറക്റ്റ് എനർജി എന്താണ്, സിറ്റുവേഷൻ എന്താണ്, ഒരു ചേഞ്ച് ഉണ്ടോ എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അതുപോലെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. കറണ്ട് എനർജി എന്താണ്? എയ്റ്റ് ഓഫ് പെൻഡക്കിൾ ആണ്. ഈ പേഴ്സൺസിൻ്റെ സിറ്റുവേഷൻസ് എന്താണ്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്? ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. സിറ്റുവേഷൻ എന്താണ്? സിറ്റുവേഷൻ എന്താണ്? ഒരു കാർഡും കൂടി. വ്യൂവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്, പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്? ദ ഡെത്തും കിങ് ഓഫ് വാൻഡ്സും ആണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് മൂൺ കാർഡാണ് കേട്ടോ. ക്ലാരിഫിക്കേഷൻ, കുറച്ചും കൂടി കാർഡ്സ് എടുക്കാം. കറന്റ് എനർജി, കിങ് ഓഫ് കപ്സ്, കറന്റ് സിറ്റുവേഷൻ, ഫോർ ഓഫ് കപ്സും പേജ് ഓഫ് വാൻഡ്സും, ഫൈവ് ഓഫ് വാൻഡ്സ്, ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി എന്താന്നുള്ളത് നോക്കുന്ന സമയത്ത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി വളരെയധികം ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിത് എല്ലാ റീഡിങ്ങിലും നമ്മൾ പറയുന്നുണ്ടെങ്കിലും മേ ബി നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നില്ലായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സണ് നിങ്ങളെ ഓർമ്മയൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും അല്ല എന്നുള്ളത്. പക്ഷേങ്കിൽ ഈ പേഴ്സൺ ഈ ഒരു കറണ്ട് എനർജിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം, ആ മെമ്മറീസ് അവർക്കിപ്പം ഉണ്ട്, അതവർ ഇങ്ങനെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ലൈഫിലേക്ക് വരുന്നുണ്ട്. അതായത് വേറെ ഓപ്ഷൻസ്. ഓക്കെ, മേ ബി അത് ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പുതിയ പുതിയ ബന്ധങ്ങളായിരിക്കാം. ഇവരെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു മാരേജ് ഒക്കെ കഴിക്കാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മാരേജ് ആയിട്ട് വരുന്നുണ്ട്. മറ്റുള്ളവരൊരു സ്നേഹം കൊടുത്തുകൊണ്ട് ഇവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ആരുടെയും സ്നേഹം വേണ്ട, ഇവർക്ക് ഒരാളോടുള്ള ഒരു സ്നേഹമുണ്ട്, അത് അവർ കീപ്പ് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, അതായത് ഒരുപാട് സ്നേഹം മറ്റുള്ളവർ കൊടുക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, എല്ലാ തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ അതൊന്നും വേണ്ട. ഓക്കെ, സ്നേഹമുണ്ട്, അതുള്ളിൽ അവർ കീപ്പ് ചെയ്തിട്ട് അങ്ങനെ തന്നെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ആൻഡ് അതേപോലെ തന്നെ അവരുടെ ഫീലിങ്സിനെ അവർ ഐസൊലേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിനെ പുറത്തെടുക്കാൻ അവരിപ്പം തയ്യാറല്ല. ഓക്കെ, അതായത് ഫീലിങ്സ് കാണിക്കുന്നില്ല. അതായിരിക്കാം മേ ബി നിങ്ങളെ
കോണ്ടാക്ട് ചെയ്യാതെ നിൽക്കുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് വരുന്നതും ഒരു സ്ലോ മൂവിങ് ആണ് ഈ പേഴ്സൻ്റെ എനർജി വെച്ചിട്ട്. ഓക്കെ, അതായത് സ്ലോ ആയിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. ഈ ഒരു എന്താ പറയുക, ഇവർ വളരെ ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നില്ല. ഓക്കെ, സ്ലോ ആയിട്ടാണ് എല്ലാം തിങ്ക് ചെയ്യുന്നത്. ഇവർക്ക് ഐഡിയാസ് വരുന്നുണ്ട്, ഇവർ വളരെയധികം പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് വരുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. കാരണം ഇവിടെ എനിക്ക് കാണുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അത് കരിയർ, ഇവിടെ മെയിനായിട്ടൊരു വ്യക്തിനെ ഒന്നും മെൻഷൻ ചെയ്യുന്ന കാർഡ്സ് എനിക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, കരിയർ ബേസ് ചെയ്തിട്ടായിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തായാലും എനിക്കത് മെൻഷൻ ചെയ്ത് കാർഡ്സ് ഇല്ല, എങ്കിലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് ഇവരുടെ ഈ സൈലൻ്റ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ നിൽക്കുന്നതും നിങ്ങളടുത്ത് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതും അതുകൊണ്ടാണ്. സോ അതിൽ നിന്നും മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്നും ഒന്ന് പുറത്തോട്ട് വന്നിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മിസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാൻ, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ്. ബ്ലാങ്ക് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ അവരിങ്ങനെ കെട്ടിവെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത് വേറെ എവിടെയും സ്പ്രെഡ് ആകാനോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനോ ഒന്നും ഈ പേഴ്സൺ തയ്യാറല്ല. ഓക്കെ, പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. ഈ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ, അതായത് എപ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു സമയമാണെങ്കിലും, ഇനി അങ്ങോട്ട് എത്ര സമയമുണ്ടെങ്കിലും നിങ്ങൾ വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും പോവാം എന്നുള്ള രീതിയിൽ ഇവരും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് ആണെന്നുള്ളത് എനിക്കറിയില്ല, വിദേശത്തുള്ളൊരു വ്യക്തിയാണോ എന്നറിയില്ല. ഇവിടെ മേ ബി വിദേശത്തുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസോ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോണ്ടാക്റ്റിലേക്ക് വന്നിട്ട്, ഇപ്പോൾ ഒരു നല്ലൊരു കോണ്ടാക്റ്റിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകാം. നോ കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് റിലേഷനൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകാം. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ എനിക്കിവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ്സ് എനിക്കിവിടെ മെയിൻലി വന്നിട്ടില്ല. ഓക്കെ, സിറ്റുവേഷൻ കാണിച്ച സമയത്ത്, ഇവിടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് എനിക്ക് ആകെ വന്നത് പല കാര്യങ്ങളും എൻഡായി പോയിട്ടുണ്ട്. ഡെത്ത് കാർഡാണ്, പലതും എൻഡായിട്ടുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡഡ് ആണ്, ഒരു പുതിയ തുടക്കമാണ്, റീബേർത്ത് ആണ്. സോ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു അവസാനം ഉണ്ടായിട്ടുണ്ടാകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ഒതുക്കിയിട്ടുണ്ടാകാം. ഓക്കെ, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും ഒതുക്കി വെച്ചിട്ടുണ്ടാകാം. അതായിരിക്കും നമ്മൾക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി കാർഡ്സ് ഒന്നും തന്നെ വരാത്തത്. സിറ്റുവേഷൻ മാറി നിൽക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കുന്ന ഒരു എനർജീൻ്റെ റീസൺ തേർഡ് പാർട്ടി ആണെന്ന് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അവരുടെ ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, അതിൻ്റെ അതേപോലെ ഈ പേഴ്സൺ കണ്ടോ, ഭയങ്കര ചിന്തിക്കുകയാണ് ഇപ്പോൾ ഇരുന്നിട്ട്, നല്ല രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻഡ്സ് ആണ്, നല്ല രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു മൂമെൻ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കണം എന്നൊക്കെയുള്ളത്. മേ ബി ഈ പേഴ്സൺ തിരിച്ചു വന്ന സമയത്ത് നിങ്ങൾ റിജക്റ്റും ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സണ് കുറച്ചും കൂടി കൂടുതൽ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഇവർക്ക് എന്താ പറയുക, അപ്പുറത്തുള്ളതും പോകുന്നു ഇപ്പുറത്തുള്ളതും പോകുന്നു, അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനേക്കാളും കൂടുതൽ ഒരു ഇഷ്ടം വരുന്നത് നിങ്ങളോടാണ്. ഓക്കെ, പക്ഷെ നിങ്ങളെ പേടിച്ചിട്ടോ വേറെ എന്തിനൊക്കെയോ പേടിച്ചിട്ട് ഇവർ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. സംതിങ് ആരൊക്കെയോ അവർ പേടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പലതും തുറന്നു പറയാൻ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി. ഇത് നിങ്ങൾ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മറുപടി എന്തായിരിക്കും, എല്ലാം കൊണ്ടും എന്തെങ്കിലും പ്രശ്നമാകും എന്നൊക്കെയുള്ളൊരു പേടിയും ആൻസൈറ്റിയും ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്. മൂൺ എനർജി ഉണ്ട്, ഒരു ഹൈഡിങ് എനർജി ഉണ്ട്. സോ അത് ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ പെട്ടെന്ന് നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്തൊരാളല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു ഭയമാണ്. ഇതിപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചു പോയാലും എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ അവർ വീണ്ടും പോകുമെന്ന്, നിങ്ങൾ വീണ്ടും പോകുന്നൊക്കെയുള്ള ചിന്തകൾ ഇവർക്കുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലാതെ എങ്ങനെ ഒരു സ്മൂത്തായിട്ട് ഇത് തിരിച്ചെടുക്കാം എന്നുള്ള ചിന്തയിൽ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലും
ഇവിടെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് അവർ ഇട്ടതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് പൂർണ്ണമായും എൻഡായി പോയി അല്ലെങ്കിൽ അവർ പുറത്താക്കി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റാൻഡിൽ എന്തായാലും നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നാളും തേർഡ് പാർട്ടി പറയുന്നതിനനുസരിച്ച് ഒരു മൂവ്മെൻ്റ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നതെങ്കിലും ഇപ്പം അതിനൊരു ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. മേ ബി ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. അതായത് തേർഡ് പാർട്ടിയുടെ കൂടെ അവരത്ര ഹാപ്പി അല്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ ഇവരെപ്പോഴും ഭയങ്കര ഫൈറ്റിംഗ് ആണ്, ഒരു എന്താ പറയുക മത്സരം വെക്കുന്ന പോലെ. ഇവർക്ക് അത്ര വലിയ തേർഡ് പാർട്ടിയുടെ കൂടെ ആ ഒരു സിറ്റുവേഷൻ്റെ കൂടെ അവരത്ര അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് പറ്റുന്നില്ല, സിറ്റുവേഷൻ എന്താണെങ്കിലും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുമായിരിക്കാം. ഓക്കെ, എന്താണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ള തോട്ട്സാണ് ഇവർക്ക് കൂടുതലും വരുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, അവർക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു അവരുടെ എനർജിയിൽ. ഓക്കെ, എന്തായാലും എൻഡിങ് നടത്തിയിട്ടുണ്ട്, ഒരു റീബർത്ത് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇന്നർ കോളിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു റിഗ്രറ്റ് ഉണ്ടാകുക, ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് വരിക എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, ഇനി നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങളുടെ എനർജി, നിങ്ങൾക്കുള്ള ഗൈഡൻസും പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിങ് ഓഫ് പെൻഡക്കിളും അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സും ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ഈ പേഴ്സൺ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത് മെയിൻലി നിങ്ങൾ മനസ്സിലാക്കുക. ഈ പേഴ്സൺ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ റീസൺ ഇവിടെ എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞൊരു മാപ്പപേക്ഷ നടത്താൻ ഈ പേഴ്സൺ എന്തായാലും തയ്യാറല്ല. ഒരു ഈഗോ എന്തായാലും ഇവർക്കുണ്ട്. അതായത് ഭയങ്കരമായിട്ട് താന്ന് തന്ന് നിങ്ങളെ വന്ന് സ്വീകരിക്കുക അല്ലെങ്കിൽ വിളിക്കുക, അങ്ങനെ ഒരു എനർജി പേഴ്സൺ ഇല്ല. ഇവർ അതിനെ ഒരു അടിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു വഴക്കാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെ പിന്നെയും ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ ആയിരുന്നു, നീ ക്ഷമിക്കണം, ആ ഒരു രീതിക്ക് കൊണ്ടുപോകാതെ നിങ്ങളെ എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു ഐഡിയാസിലേക്കാണ് ഇവർ പോകുന്നത്. ഓക്കെ, അതായത് പഴയതൊന്നും എടുത്തിടണ്ട, പുതിയൊരു കാര്യങ്ങൾ വന്നിട്ട് പുതിയൊരു രീതിയിൽ നിങ്ങളിലേക്ക് വരാം. പക്ഷേ ഈ തേർഡ് പാർട്ടീനെ പിന്നീട് ഇങ്ങോട്ട് വരുത്തൂല്ല അവർ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ എനർജി നോക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി ബോട്ടം ഓഫ് ദ ഡെക്ക്, ഷാഡോ, obstacles and challenge, celebration, positive movement forward, intuition. ഓക്കെ, ഒന്നുമില്ല. ഇവിടെ കാണിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം കുറച്ചൊക്കെ സന്തോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെലിബ്രേഷനൊക്കെ കാണിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്കിവിടെ ഷാഡോ എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പലതും പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഇങ്ങനെ ഹീലാവാതെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് എത്രയൊക്കെ എടുത്തു കളയാം അല്ലെങ്കിൽ ക്ഷമിച്ച് കളഞ്ഞേക്കാം, പൊയ്ക്കോട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ്. നിങ്ങൾക്കത് റിലീസായിട്ട് പോകുന്നില്ല. ഇങ്ങനെ സ്റ്റക്കാണ് ആ ഒരു എനർജി. ഓക്കെ, നിങ്ങൾ എത്ര സന്തോഷത്തോടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുന്നോ, പുറത്തു പോയി നടക്കുന്നു, എന്താണെങ്കിലും കുറച്ചൊരു ടൈമിലേക്കെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വിഷമം കയറി വരിക, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ ഉള്ളിലേക്ക് കയറി വന്നിട്ട് നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് തോട്ട്സ് കൊണ്ടുവരിക, എനർജി ലോസ് ആയി പോവുക, അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എത്രയായാലും നമ്മളോട് ആരെന്ത് ചെയ്താലും നമ്മൾ ക്ഷമിച്ചങ്ങ് വിട്ടേക്കുക, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടേക്കുക. അതാകുമ്പോൾ നമുക്കതിൻ്റെ കർമ്മഫലവും കിട്ടില്ല, നമ്മൾക്ക് അത് നമ്മളൊന്നും എഫക്റ്റ് ആവില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കത് സാധിക്കുന്നില്ല, ഇത്രയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. മേ ബി അത് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളോട് ചെയ്ത കാര്യമായിരിക്കാം. എന്തൊക്കെയോ ഒരു ഷാഡോ ലൈഫ്, ഒരു നിഴൽ അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞൊരു ജീവിതം നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിപ്പം ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇത് മെയിൻലി എന്താ പറയുക, നിങ്ങൾ നഷ്ടബോധമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി,
മേ ബി ഇത്രയും എഫേർട്ട് എടുത്തിട്ടും അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഞാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടും എനിക്ക് ഇതൊന്നും കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കിതിലൊരു നഷ്ടമല്ലേ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നില്ല എന്നൊക്കെയുള്ള വേദനയായിരിക്കാം മേ ബി നിങ്ങൾക്കുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് എന്തിനു വേണ്ടിയിട്ടും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ റിവാർഡ് നമുക്ക് ലൈഫിൽ ലഭിക്കും. ഓക്കെ, അതൊരു ടൈമിൽ വേദനിച്ചാലും അതിൻ്റെ ഇരട്ടി സന്തോഷം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഏഷ്യനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളിൽ നിന്നൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനത്തെ എനർജിയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡിനെ നെഗറ്റീവായിട്ട് എടുത്ത് കളയും. ഓക്കെ, അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ വേറെ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്കതൊരു ഹീലിംഗ് ഒന്നും ആയിരിക്കില്ല. പകരം അവർ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ അവരോട് സൈലൻ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ അവരുടെ എനർജീനെ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. അതൊന്നും കേൾക്കാതിരിക്കുക. അങ്ങനത്തെ ആളുകളിൽ നിന്നൊന്ന് ജസ്റ്റ് അങ്ങനത്തെ ടോപ്പിക്കൊന്നും അവരുടെ അടുത്ത് പറയാതിരിക്കുക. ബിക്കോസ് നിങ്ങളെയാണത് ബാധിക്കുന്നത്, അവരെയല്ല ബാധിക്കുന്നത്. അവരത് പറഞ്ഞിട്ട് അങ്ങ് പോയി കളയും. ഓക്കെ, ഇവിടെ കൺഫ്യൂഷനുള്ള സ്റ്റേജൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇൻഡ്യൂഷൻ എന്ന കാർഡും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ തോന്നുന്ന ഡിസിഷൻ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഉള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഹീലിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒട്ടും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പോം വഴി അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രാണായാമയൊക്കെ നിങ്ങൾ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ പ്രാണായാമ ചെയ്യുക നിങ്ങൾ. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജി ഇതാണ്, ഗൈഡൻസ് ഇതാണ്. അപ്പം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.